എന്താണ് BBA ഏവിയേഷൻ? ഇത് ആർക്കൊക്കെ പഠിക്കാൻ പറ്റും? പ്ലസ് ടുവിൽ എത്ര പെർസെന്റേജോടെ മാർക്കിൽ പാസ്സായാൽ മാത്രമേ BBA ഏവിയേഷൻ പഠിക്കാൻ പറ്റൂ? BBA ഏവിയേഷൻ പഠിച്ചിറങ്ങിയുള്ള ജോലി സാധ്യതകളും സാലറിയും എങ്ങനെയാണ്? ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? ഇതിന്റെ എലിജിബിലിറ്റി എങ്ങനെയാണ്? കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനത്തിലെ, അതായത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയും BBA ഏവിയേഷൻ പഠിച്ചിറങ്ങാൻ പറ്റുന്ന നല്ല കോളേജും ഏതൊക്കെയാണ്? ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. ഏവിയേഷനും എയർലൈൻ മാനേജ്മെന്റും എയർപോർട്ട് മാനേജ്മെന്റും അതേപോലെ ഹൈബ്രിഡ് ഏവിയേഷനും ഒക്കെ സെയിം ആണോ? ഇതെല്ലാം ഒരുപോലെയാണോ? എയർപോർട്ടിൽ എന്ത് ജോലിയാണ് ഏവിയേഷൻ പഠിച്ചവർ ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി 8072918097 എന്നെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഉത്തരവാദിത്തത്തോടുകൂടി ഡയറക്റ്റ് നല്ല കോളേജുകളിലേക്ക് അഡ്മിഷൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും BBA ഏവിയേഷൻ എന്താണെന്നുള്ളത് നമുക്കത് പൂർണ്ണമായിട്ട് പരിചയപ്പെടാം. BBA എന്നാൽ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന 3 വർഷത്തെ UG ഡിഗ്രി പ്രോഗ്രാമാണ്. മാനേജ്മെന്റ്, ബിസിനസ്, കൊമേഴ്സ് മേഖലയിലേക്കുള്ള ഒരു എൻട്രി ലെവലാണ് BBA എന്ന് പറയുന്നത്. ഈ BBAയിൽ വളരെ ഡിമാൻഡ് അർഹിക്കുന്ന ആഡ് ഓൺ സ്പെഷ്യലൈസേഷനാണ് ഏവിയേഷൻ. പ്ലസ് ടുവിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, VHSC പഠിച്ച ആർക്കും തന്നെയും മിനിമം 50% മാർക്കിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ചൂസ് ചെയ്ത് പഠിക്കാൻ കഴിയുന്ന ഒരു കോഴ്സ് തന്നെയാണ് BBA ഏവിയേഷൻ എന്ന് പറയാം. ഏവിയേഷൻ ജോബ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലാണ്. നമ്മൾ എന്നും പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നതും പുതിയ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതുമൊക്കെ ഏവിയേഷൻ പഠിച്ചവർക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ്. ഏവിയേഷൻ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എയർലൈൻ കോഡുകളെക്കുറിച്ചും എയർപോർട്ട് കോഡുകളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. ടൈം കാൽക്കുലേഷൻ, എയർ ട്രാഫിക് കൺസെപ്റ്റിനെ കുറിച്ചും മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ പല രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പോർട്ടിനെയാണ് എയർപോർട്ട് എന്ന് പറയുക. വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത ടൈം ആയതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ടൈം കാൽക്കുലേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നത് ഒരു പ്രധാന ഫാക്ടറാണ്. പാസഞ്ചേഴ്സ്, വെരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ ചെക്കിങ്ങും, എയർപോർട്ടിലെ പാസഞ്ചേഴ്സിന് ഒരു ഹെൽപ്പായി പാസഞ്ചർ സപ്പോർട്ടും, കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിന്റെ അറൈവൽ, സെക്യൂരിറ്റി, ഇമിഗ്രേഷൻ, ബോർഡിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ട്രാൻസിറ്റ് ഡിപ്പാർട്ട്മെന്റും ആയിരിക്കും. ബാഗേജ് കണക്ഷൻ ടൈം, ബാഗേജ് ടാക്സ്, ബാഗേജ് റൂൾസ്, ബാഗേജ് ഡാമേജ് ആവുകയോ മിസ്സാവുകയോ ചെയ്യുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത് ബാഗേജ് ഹാൻഡ്ലിങ്ങും, ബോർഡിംഗ് പാസ്, ഫ്രീക്വന്റ് ഫ്ലയേഴ്സിന് കൊടുക്കുന്ന പ്രയോറിറ്റി, ബിസിനസ് ക്ലാസ് ഫ്ലയേഴ്സിന് കൊടുക്കുന്ന കൺസിഡറേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളത് ബോർഡിംഗിലുമാണ്. ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്ന പാസഞ്ചേഴ്സിന് റെസ്റ്റ് ചെയ്യാനും റിഫ്രഷ് ചെയ്യാനും ലോഞ്ചിങ് സെക്ഷനും, വന്നിറങ്ങുന്ന എയർക്രാഫ്റ്റിന്റെ ടൈമിംഗ്, ബാഗേജ് എയർപോർട്ടിൽ എത്തിക്കാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് റാംബോ ആയിരിക്കും. പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റി, പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്റ്റീവ് പേഴ്സണൽ ഇക്വിപ്മെന്റ്സ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി ക്യാബിൻ ക്രൂ എന്നൊരു പ്രധാന ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏവിയേഷൻ പഠിക്കാൻ പോകുന്ന മേജർ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ മനസ്സിലുണ്ടാകുന്ന ഡ്രീമാണ് ക്യാബിൻ ക്രൂ. ഏവിയേഷൻ സെക്ടറിലെ ജോബ് റോൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കോഴ്സാണ് ഫ്ലൈറ്റ് അറ്റൻഡന്റ്, അതല്ലെങ്കിൽ ക്യാബിൻ ക്രൂ എന്ന് പറയാം. പൈലറ്റ് അല്ലെങ്കിൽ കോ പൈലറ്റ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കോക്പിറ്റിന്റെ പുറത്ത് നടപ്പാക്കുന്നത് ക്യാബിൻ ക്രൂ പഠിച്ചവരാണ്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അഥവാ IATA സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അത്യാവശ്യം നല്ല കോളേജുകളാണ് BBA ഏവിയേഷൻ പഠിക്കാൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എയർപോർട്ട് വിസിറ്റ്, ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് ഒക്കെ തരുന്ന വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാത്തൊരു നല്ല കോളേജ് നോക്കി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കർണാടകയിൽ സ്വന്തമായി എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് ഒക്കെ ലൈവായി വെച്ച് പഠിപ്പിക്കുന്ന കോളേജുകൾ നമുക്കറിയാം. ബാംഗ്ലൂർ, മംഗലാപുരം, മൈസൂർ ഭാഗത്തേക്ക് നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടി നല്ല കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുത്തു തരാൻ 8072918097 എന്നെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, മംഗലാപുരം യൂണിവേഴ്സിറ്റി, ഏനപ്പോയ, ശ്രീനിവാസ്, ക്രൈസ്റ്റ്, രാമയ്യ തുടങ്ങിയ പ്രസിദ്ധമായ ഡീംഡ് യൂണിവേഴ്സിറ്റികളും കർണാടക സംസ്ഥാനത്തിനുള്ളിൽ വരുന്നതാണ്. ഇനി തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് നോക്കിയാൽ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോയമ്പത്തൂർ, ചെന്നൈ, സേലം ഭാഗത്തെ നല്ല മികച്ച കോളേജുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കേരളത്തിനുള്ളിലേക്കാണെങ്കിൽ എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലെ നല്ല കോളേജുകളിലേക്കും ഉത്തരവാദിത്തത്തോടുകൂടി നമ്മൾ അഡ്മിഷൻ ചെയ്ത് തരുന്നതായിരിക്കും. BBA ഏവിയേഷൻ അഡ്മിഷൻ നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. അഡ്മിഷനും സംശയങ്ങൾക്കും 8072918097 എന്നെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. ബൈ.